ജീവനെ പേടിയുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ പരമാവധി ജീവിതത്തിൽ നിന്നും സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കൂ. നല്ലവരായ സ്വകാര്യ ബസ്സുകളുണ്ട് കേട്ടോ. അവരൊന്നും അല്ല പറയുന്നത്. മാന്യമായി ബസ് ഓടിക്കുന്ന ആളുകളുമുണ്ട്. അവരൊക്കെ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കണേ. ക്ഷമിക്കൂ, നിങ്ങളെക്കുറിച്ചല്ല. റോഡിൽ യുവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊന്നുണ്ടല്ലോ ഒരു കയ്യും കണക്കുമില്ല. സാധാരണ ചെറിയ വാഹനങ്ങളെയൊക്കെ തട്ടി മാറ്റിയിട്ടല്ലേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഈ ഓട്ടം. ഇന്ന് നമ്മുടെ റോഡിലുണ്ടാവുന്ന 90% ബ്ലോക്കുകൾക്കും ഉത്തരവാദി ഈ സ്വകാര്യ ബസ്സുകളാണ്. മലപ്പുറത്തൊക്കെ നാട്ടുകാർ സഹി കെട്ടിട്ട് ഇവന്മാർ റോഡിലിറങ്ങി തടഞ്ഞു. എന്ത് കാര്യം? എത്ര ചീത്ത കേട്ടാലും ഇവന്മാർ നന്നാവില്ല. കുറച്ചു കാലം മുമ്പേ കൊണ്ടോട്ടിയിൽ ഒരു സ്വകാര്യ ബസ് കത്തി. പേര് സന. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സന ബസ്സിനെ കുറിച്ച്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ തന്നെ പറ. കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷനാണ്. മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നുള്ള ക്യൂ ആണ് സിഗ്നലിൽ. അതിൽ ഫ്രീ ലെഫ്റ്റ് ബ്ലോക്ക് ആക്കിയിട്ടാണ് ഈ ബസ് നിൽക്കുന്നത്. എല്ലാം ബ്ലോക്കാണ്. പിറകിലേക്കൊക്കെ ഫ്രീ ലെഫ്റ്റ് വഴി പോകേണ്ട വാഹനങ്ങൾ വരിയായിട്ട് പിറകിലേക്ക് നിൽക്കുക. ഇവൻ അവിടെ വന്ന് ബ്ലോക്ക് ഇട്ട് നിൽക്കുക. ഇതിൻ്റെ തൊട്ട് പിറകിൽ ഒരു പോലീസ് വണ്ടി നിൽപ്പുണ്ട്. ഏമാമാർ ഇവന് എസ്കോർട്ട് വന്നാന്ന് തോന്നുന്നുണ്ടേ. ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. സഹി കെട്ട് ആരെങ്കിലും എന്തെങ്കിലും ഈ ബസ്സുകാരനോട് ചോദിച്ചോ, അവൻ പിന്നെ തെറിയ. ഈ ചോദിച്ചവൻ്റെ വീട്ടിലുള്ളവരെ മുഴുവൻ വിളിക്കുവാൻ. പിന്നെ എന്താണ് ഇവരോടൊക്കെ പറയുക? ഇത് ചോദിക്കേണ്ട ആളുകളാരാ? ഈ പോലീസുകാരാ. അവർ തൊട്ട് പിറകിൽ ഇതിന് ക്യൂ നിൽക്കുക. പിന്നൊരു കലാപരിപാടിയുണ്ട്. എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ബ്ലോക്കിൽ നിൽക്കുകയാണ്. ഇടതുവശത്ത് എല്ലാവരും വരിയായിട്ട് മാന്യമായി നിൽക്കുമ്പോൾ ഇവന്മാരിങ്ങനെ വലതുവശത്തൂടെ കയറി വന്ന് മുന്നിൽ കൊണ്ടുവന്ന് ഒറ്റ ബ്ലോക്ക് ഇടലാണ്. അങ്ങനെ 10 മിനിറ്റിൽ തീരേണ്ട ബ്ലോക്ക് ഇവന്മാർ 1 മണിക്കൂറാക്കി തരും. അവരും പോവില്ല, ബാക്കിയുള്ളവരെ പോയിക്കില്ല. ഇവരുടെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, ഹോണടി. തൊട്ട് പിറകിൽ വാഹനത്തിൻ്റെ ഇവന്മാർക്ക് പിന്നെ മുകളിലാണല്ലോ ഇരുത്തം. അപ്പോൾ നേരെ മുന്നിലേക്കൊക്കെ കാണാം. ഇവർക്കറിയാം ഈ ഹോണടിച്ചാൽ ഈ ബ്ലോക്ക് മാറുമെന്നില്ല എന്ന് ഇവന്മാർക്കറിയാം. എന്നാലും തൊട്ട് പിറകിൽ വന്നിരുന്ന് നിന്നങ്ങ് ഹോണടിക്കും. അതും ചെറിയ ഹോണൊന്നുമല്ല, എയർ ഹോണാണ്. തൊട്ട് മുന്നിലുള്ള പാവങ്ങൾ എന്തെങ്കിലും ഈ ഹോണടി കേട്ട് കൺട്രോൾ പോയി അവൻ മറിഞ്ഞു വീഴും. ആർക്ക് പോയി? പിന്നെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇവന്മാർക്ക്, അടിപിടി. വിഷയം ഇവരുടെ തന്നെയാണ്. സമയത്തിൻ്റെ പ്രശ്നമെന്നാണ് പറയുന്നത്. എല്ലായ്പ്പോഴും റോഡിൽ അടിപിടിയാണ്. അതൊരു സ്ഥിരം കലാപരിപാടിയാണ്. ഇതിൻ്റെ പേരിൽ റോഡിലുണ്ടാവുന്ന ബ്ലോക്കും പ്രശ്നങ്ങളും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരാ? അതും നാട്ടുകാർ. യുവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാവരും അല്ല കേട്ടോ ഞാൻ പറയുന്നേ. ചില ആളുകളുണ്ട്, ഈ നല്ലവരായ ആളുകളുടെ പേരും കൂടെ ചീത്തയാക്കുന്ന ചിലർ. അവരെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാഷണൽ ഹൈവേ 66 ഉണ്ടല്ലോ, അവിടെയും കയറും. പ്രൈവറ്റ് ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ട്രാക്കൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ സ്വകാര്യ ബസ്സാണല്ലോ, ഞങ്ങൾക്ക് എന്തും ആവാലോ. ഏത് ട്രാക്കിലൂടെയും പോവാം, എങ്ങനെയും ഓവർടേക്ക് ചെയ്യാം. ഇൻഡിക്കേറ്ററോ ബാക്കി ഒന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് എക്സിറ്റ് പ്രശ്നമല്ല, ഞങ്ങൾക്ക് എൻട്രി പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾ തോന്നിയ മാതിരി പോവും. ഏത് റോഡിലും ഞങ്ങൾക്ക് അതിനുള്ള അവകാശം എല്ലാവരും തന്നിട്ടുണ്ട്. ഇതാണ് വകുപ്പ്. ഇവന്മാരങ്ങനെ പോവും. എത്ര പേരാടോ നിങ്ങൾ കാരണം മരിച്ചു പോയത്? എത്ര കുടുംബങ്ങളാടോ നിങ്ങൾ കാരണം അനാഥമായത്? നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പായുമ്പോൾ നിങ്ങൾ കാരണം അനാഥമാക്കപ്പെടുന്നവരുടെ കുടുംബത്തെ കുറിച്ചിട്ട് കൂടി നിങ്ങൾ ആലോചിക്കണം. അല്ല, അതിന് മനസ്സാക്ഷി വേണം. അതില്ലല്ലോ. ഇതൊക്കെ നോക്കേണ്ട സാറുമാരെന്താ ചെയ്യുന്നേ? വല്ല മരത്തിൻ്റെ തണലിലൊക്കെ നിന്ന് പാവങ്ങളെ പെറ്റിയടിക്കുന്നുണ്ടാവും. അല്ലാതെ അവരെന്ത് ചെയ്യാനാ? ഈ പാവങ്ങൾ ആരോടാ പരാതി പറയണ്ടേ? ഇതൊക്കെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഉണരേണ്ടവർ ഉണരണം. അത് ഉണരാത്തോടത്തോളം കാലം ഇതെല്ലാം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് നമുക്കറിയാം, എന്നാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കുറച്ച് സമാധാനം കിട്ടി. കലിപ്പ് തീരണില്ലല്ലേ?